ജതിൻ രാമദാസിന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട സജനചന്ദ്രൻ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ രാഷ്ട്രീയ വിവാദം നടക്കുമ്പോഴും ഈ മീം കണ്ടാൽ എല്ലാ ചർച്ചയും നിർത്തിവെച്ച് ചിരിക്കും മലയാളികൾ. ഒരു വില്ലൻ പരിവേഷത്തിൽ അണിയറക്കാർ അവതരിപ്പിച്ച സജനചന്ദ്രൻ മലയാളത്തിലെ ഗംഭീര പൊളിറ്റിക്കൽ സറ്റയർ കഥാപാത്രമായി മാറുന്നുണ്ട്. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. എല്ലാം കൊണ്ടും ആ കഥാപാത്രം സുരാജിൽ ഭദ്രമായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ തെല്ലും ആത്മാർത്ഥതയില്ലാതെ വർഗീയതയും പണവും മാത്രം രാഷ്ട്രീയ ഇന്ധനമായി കാണുന്ന, കേന്ദ്രത്തിൻ്റെ തണൽ പറ്റി അവരെ അനുസരിച്ച് ജീവിക്കുന്ന സജനചന്ദ്രൻ്റെ കഥാപാത്രം കേരളത്തിലെ BJP നേതൃത്വത്തെ രസകരമായി പകർത്തിവെക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഭീകരന്മാരാണെന്ന് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി വെറും കോമഡി പീസുകളായി മാറുന്ന കേരളത്തിലെ BJP നേതാക്കളുടെ നേർപകർപ്പാണ് എമ്പുരാനിൽ സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിച്ച സജനചന്ദ്രൻ എന്ന കഥാപാത്രം. ട്രെയിലറിൽ സജനചന്ദ്രൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും സിനിമയിൽ ഈ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തെല്ലാം വളരെ സീരിയസ് ആയ ഒരു വില്ലൻ പരിവേഷമൊക്കെ തോന്നുമെങ്കിലും അയാൾ ശരിക്കും ഒരു വിദൂഷകനായി മാറുന്നുണ്ട് സിനിമയിലുടനീളം. അതിനുദാഹരണമാണ് ടൊവിനോ അവതരിപ്പിച്ച ജതിൻ രാമദാസിന് സജനചന്ദ്രനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. കേരള രാഷ്ട്രീയത്തിലെ അധികായനെന്ന് സ്വയം വിശ്വസിക്കുകയും വലിയ നേതാക്കളുടെ മുന്നിൽ അങ്ങേയറ്റം വിധേയനായി നിൽക്കുന്ന, അവർ എന്തു പറഞ്ഞാലും പഞ്ചപുച്ഛമടക്കി നിന്ന് അനുസരിക്കുന്ന സംഘപരിവാർ നേതൃത്വത്തിൻ്റെ വക്താവാണ് എമ്പുരാനിലെ സജനചന്ദ്രൻ. ചിത്രത്തിലെ ഈ കഥാപാത്രം BJP നേതാവായ K. സുരേന്ദ്രനെ പലയിടങ്ങളിലും റിസംബിൾ ചെയ്യുന്നുണ്ട്. ചില ഡയലോഗുകളും ചില കാര്യങ്ങളോടുള്ള അയാളുടെ നിലപാടും കാണുന്ന സമയത്ത് നമുക്കത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാകും. എന്നിരുന്നാലും വർഗീയതയുടെ വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാതെ വന്നാൽ ആ ജനതയെ മുഴുവൻ ബോംബ് വെച്ച് കൊല്ലാൻ പാകത്തിനുള്ള വിദ്വേഷ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് സജനചന്ദ്രൻ. പൊളിറ്റിക്കൽ സറ്റയർ സിനിമകളിൽ പല രാഷ്ട്ര നേതാക്കളെയും തമാശ രീതിയിൽ ചിത്രീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എമ്പുരാൻ പോലുള്ളൊരു സിനിമയിൽ ഈ ഒരു കഥാപാത്രത്തെ ഇത്തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഒരു കല്ലുകടിയായി മാറാതെ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡായി വന്നിട്ടുണ്ട്. സജനചന്ദ്രനായുള്ള സുരാജിൻ്റെ പ്രകടനവും വളരെ മികച്ചതായിരുന്നു. ഉത്തരേന്ത്യൻ സംഘപരിവാർ രാഷ്ട്രീയത്തെ അനുകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുപോയ കേരള BJP നേതൃത്വത്തെ അടിവരയിട്ട് കാണിക്കുന്നുണ്ട് മുരളി ഗോപി എന്ന എഴുത്തുകാരൻ.